ഹലോ ഹായ്. ഒരു കപ്പ് മൈദ, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു ലേശം പഞ്ചസാര നന്നായിട്ട് കുഴച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ തലേദിവസം ഉണ്ടോ അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. പിന്നെ ഇത് എല്ലില്ലാത്ത ചിക്കൻ കഷ്ണമാണ്. അത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, നന്നായിട്ട് അരഞ്ഞു പോകരുത്. ഇനി നമ്മളൊരു പാൻ വെക്കുക, അതിലേക്ക് ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ചിക്കന് അതിലിട്ടിട്ട് ഉപ്പ് ഇട്ട ശേഷം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ചിക്കൻ വെന്തതിന് ശേഷം മാത്രം നമ്മൾ ഒരു സവാള അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ക്യാപ്സിക്കം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെജിറ്റബിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ മാവൊക്കെ സൂപ്പർ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ മസാല ഉണ്ടാക്കി വെച്ചില്ല, അതിലേക്ക് രണ്ട് മുട്ട കറക്റ്റ് ചെയ്യുന്നു. ഈ 2 മുട്ടയിലേക്ക് ഈ മസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ടൈമിൽ നമ്മൾ ഉപ്പ് കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉണ്ടാക്കി വെച്ച 1 കപ്പ് മൈദയിൽ നിന്ന് 3 ബോൾസ് ആക്കിയിട്ടെടുത്തു. ഇനി നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ ഒഴിച്ചിട്ട് ഇതേപോലെ അങ്ങനെ മടക്കി ചപ്പാത്തില്ലേ അതേപോലെ ആക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിനെ വീണ്ടും നമ്മൾ ഇതേപോലെ നൈസായിട്ട് പരത്തി കൊടുക്കുക. ഇനി അതിൻ്റെ നടുഭാഗത്തേക്ക് ഇങ്ങനെ മസാല വെച്ച് കൊടുക്കുക. ചീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചീസ് ചേർത്ത് കൊടുക്കുക, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി ഇതേപോലെ നമ്മൾ വീണ്ടും മടക്കിയെടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ റെസിപ്പി. നല്ല സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി തന്നെയാണ്. നമ്മൾ വൈകുന്നേരമൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ.